ഹൈക്കമാൻഡ് നിരീക്ഷകരും ഘടകകക്ഷി നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം എന്തായാലും ആരംഭിക്കും. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കും മുൻപ് ഘടകകക്ഷികളെ കേൾക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. രജീഷ് നരിക്കുനിയാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത്. രജീഷ്, MLA മാരെ കണ്ടത് മുഴുവൻ ഇന്ദിരാഭവനിൽ വെച്ചാണ്. ഇതിപ്പോൾ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഘടകകക്ഷി നേതാക്കളെ കാണുന്നത്. മുസ്ലിം ലീഗ് നേരിട്ട് VD സതീഷിന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ആ തരത്തിലുള്ള ഒരു വികാരമാണ് പൊതുജനങ്ങൾക്കുള്ളത്, അണികൾക്കുള്ളത്. അത് മാനിക്കണം നേതൃത്വം എന്ന കാര്യം നേരത്തെ പല സമയങ്ങളിലായി സാദിഖലി ശബ്ദങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടതാണ്. അത് തന്നെ ഇന്നും ആവർത്തിക്കാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? അതിൽ ഈ ദിവസങ്ങൾക്കകം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതായുള്ള സൂചനകളുണ്ടോ? കേരള കോൺഗ്രസ് ജോസഫ് പക്ഷേ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനകം. അതങ്ങനെ തന്നെ ആവർത്തിക്കാനല്ലേ സാധ്യത? തീർച്ചയായിട്ടും നേരത്തെ തന്നെ പല ഘടകകക്ഷികളും അവരുടെ അഭിപ്രായം വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. അക്കാര്യം വീണ്ടും ഇവിടെ വെച്ച് ആവർത്തിക്കാനാണ് സാധ്യത. ഘടകകക്ഷികൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഷിബു ബേബി ജോൺ എത്തി, PK കുഞ്ഞാലിക്കുട്ടി അല്പസമയത്തിനകത്തും അനൂജ് ജേക്കബ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിലെ ഘടകകക്ഷികളെല്ലാം തന്നെ ചർച്ചയ്ക്കായി, മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി AICCയുടെ നിരീക്ഷണ സമിതി അംഗം വിളിച്ച യോഗത്തിലേക്ക് പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഷിബു ജോൺ, RSP നേതാക്കൾ, MK പ്രേമചന്ദ്രൻ, CMP നേതാവ് അടക്കം ഇവിടേക്ക്, CP ജോൺ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ നിലപാട് വ്യക്തമാക്കിയവരും അല്ലാത്തവരുമായി എല്ലാവരും തന്നെ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഘടകകക്ഷികളുമായി നിരീക്ഷണ സമിതി അംഗങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അവർ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഡൽഹിക്ക് മടങ്ങിപ്പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ പങ്കെടുക്കാനായി ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ്. പ്രമുഖ നേതാക്കളും ഘടകകക്ഷിയിലെ എല്ലാവരെയും ഈ ചർച്ചയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഓരോരുത്തരെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 4 മണിക്ക് ആരംഭിക്കുമെന്ന യോഗമാണ് ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഓരോരുത്തരുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പൊതുവെ വന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് ഘടകകക്ഷികൾക്കിടയിൽ VD സതീശനാണ് കൂടുതൽ പിന്തുണ വന്നിട്ടുള്ളത്. ആ പിന്തുണ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. നേരത്തെ MLA-മാരുടെ ഒക്കെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഘടകകക്ഷികളുമായുള്ള ചർച്ച നടക്കുന്നത്. എന്തായാലും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇതും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിരിക്കുകയാണ്. അവരുടെ സ്വതന്ത്രപരമായ അഭിപ്രായം ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഘടകകക്ഷികളുടെ അഭിപ്രായം അതുകൂടി കേട്ട ശേഷമാണ് ഈ ഹൈക്കമാൻഡിന് കേരളത്തിലെത്തിയ 2 നിരീക്ഷകന്മാർ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷം അന്തിമമായ തീരുമാനം എടുക്കുക ഹൈക്കമാൻഡ് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം KPCC-യിൽ ഇന്ന് പാസ്സാക്കുകയും ചെയ്തു. എന്തായാലും തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ ആ നിർണായക യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം വ്യക്തമായി അവിടെ രേഖപ്പെടുത്തും. നേരത്തെ MLA-മാർ രേഖപ്പെടുത്തിയ പോലെ തന്നെ അവർ വ്യക്തമാക്കും. ഘടകകക്ഷികളും അവരുടെ അഭിപ്രായം, ആരാണ് UDF-ന്റെ മുഖ്യമന്ത്രിയായി വരേണ്ടതെന്ന അഭിപ്രായം, അവരുടെ സ്വന്തം അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തും. ഇപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം, ഈ പൊതുവെ ഇത്തരമൊരു കൂടിക്കാഴ്ച സാധാരണഗതിയിൽ നടക്കാറില്ല. പക്ഷേ ഇപ്പോഴുള്ള ഒരു സവിശേഷ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി കേൾക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും യോഗം കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ ഘടകകക്ഷികൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്.